പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാൻ സ്വകാര്യ കമ്പനിക്ക് പ്രാഥമിക അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ തീരുമാനത്തിന് കനത്ത തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. കാര്യമായ അപഗ്രഥനം നടത്താതെയാണ് പ്രാഥമിക അനുമതി നൽകിയതെന്നും വിശദ പഠനത്തിന് ശേഷം അനുമതി നൽകണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് സർക്കാരിന് വീണ്ടും തീരുമാനിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാൻ ഒയാസിസ് കമ്പനിക്ക് എക്സൈസ് വകുപ്പും സർക്കാരും പ്രാഥമിക അനുമതി നൽകിയിരുന്നു. പഞ്ചായത്തിന്റെയും പ്രാദേശിക സമരസമിതിയുടെയും എതിർപ്പ് നിലനിൽക്കെയാണ് അനുമതി നൽകിയത്. എന്നാൽ സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് എലപ്പുള്ളി സ്വദേശി എസ് ശ്രീജിത്ത് അടക്കം നൽകിയ 4 പൊതു താൽപര്യ ഹർജികളാണ് കോടതി പരിഗണിച്ചത്. വിവിധ അനുമതികൾക്കായി ഏകജാലക സംവിധാനം വഴി പഞ്ചായത്തിനടക്കം കമ്പനി അപേക്ഷ നൽകിക്കഴിഞ്ഞ സാഹചര്യത്തിലായിരുന്നു പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കുടിവെള്ള പ്രശ്നമടക്കമുള്ള പാരിസ്ഥിതികാഘാതത്തെ സംബന്ധിച്ച് പഠനം നടത്തിയില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രാഥമിക അനുമതി റദ്ദാക്കിയത്. കാര്യമായ പഠനമില്ലാതെയാണ് സർക്കാർ അനുമതി നൽകിയതെന്ന് നിരീക്ഷിച്ച കോടതി ആവശ്യമായ പഠനം നടത്തി അനുമതി നൽകണമോ എന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് വ്യക്തമാക്കി. എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ നീക്കത്തിന് ഹൈക്കോടതി വിധി തിരിച്ചടിയാണ്. പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ശരിവെക്കുന്നതാണ് കോടതിയുടെ നിലവിലെ വിധി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.